നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ചെൽസിയുടെ അർജന്റീൻ സൂപ്പർ താരമായ എൻസോ ഫെർണാണ്ടസ് ഇപ്പോൾ വലിയ വിവാദങ്ങളിലാണ് അകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയ ശേഷം നടത്തിയ ആ ഒരു സെലിബ്രേഷനിടെ എൻസോ ഫെർണാണ്ടസ് റേസിസ്റ്റ് ചാൻഡ് മുഴക്കുകയായിരുന്നു. ഇത് വലിയ വിവാദമായി. തുടർന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ എൻസോ ഫെർണാണ്ടസ് പരസ്യമായി മാപ്പ് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആ ഒരു വിവാദം ഫുട്ബോൾ ലോകത്ത് അവസാനിച്ചിട്ടില്ല. ഇതിനു പുറമെ മറ്റൊരു പ്രതിസന്ധി കൂടി അദ്ദേഹത്തെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട്. താരത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇപ്പോൾ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ദി സൺ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ട്രാഫിക് നിയമലംഘനം നടത്തിയതിന്റെ പേരിലാണ് ഒരുപക്ഷെ ഈ ഒരു താരത്തിന് തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാവുക. അതായത് 2023 അവസാനത്തിൽ ഇംഗ്ലണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. റെഡ് ലൈറ്റ് തെളിഞ്ഞിട്ടും ട്രാഫിക്കിൽ വാഹനം നിർത്താതെ എൻസോ പോവുകയായിരുന്നു. നവംബർ 28 ലാനെല്ലിയിലെ ചർച്ച് സ്ട്രീറ്റിലാണ് ഈ ഒരു നിയമലംഘനം നടന്നിട്ടുള്ളത്. പോർഷെ കാറായിരുന്നു ഈ ഒരു അർജന്റീൻ സൂപ്പർ താരം ഓടിച്ചിരുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ താരത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ഒരു വിവരങ്ങൾ നൽകാൻ എൻസോ ഫെർണാണ്ടസ് തയ്യാറായിരുന്നില്ല. ഇതോടുകൂടി ഡിസംബർ 27 ഇക്കാര്യത്തിലും താരത്തിന്റെ മേൽ ഒരു കേസ് ചുമത്തപ്പെട്ടു. ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ വാഹനം ഓടിച്ചതിന്റെ പേരിൽ താരത്തിന് മേൽ കേസ് ഉണ്ടായിരുന്നു. പക്ഷെ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ അത് തള്ളിക്കളയുകയായിരുന്നു. പക്ഷെ ട്രാഫിക് നിയമലംഘനത്തിനും അതുപോലെ തന്നെ പോലീസിന് ഐഡന്റിറ്റി ഇൻഫർമേഷനുകൾ നൽകാത്തതിനും അദ്ദേഹത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേക്കും. വരുന്ന സെപ്റ്റംബർ 11 കോടതി ഇക്കാര്യത്തിലുള്ള ഒരു ശിക്ഷ വിധിക്കുക. താരത്തിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് തീർച്ചയായും ഈ ഒരു അർജന്റീൻ സൂപ്പർ താരത്തിന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.